ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോരഥങ്ങൾ MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ആന്തോളജി മൂവി റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിലർ കണ്ടിരുന്നു. 91 വയസ്സായിട്ട് ആ ലെജൻഡിന് MT വാസുദേവൻ നായർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അഭിമാനിക്കാം. കഥ, തിരക്കഥ, കൃത്ത്, നോവലിസ്റ്റ്, സംവിധായകൻ, എല്ലാ മേഖലയിലും പോയി തെളിയിച്ച മലയാള അഭിമാനമായി മാറിയ ലെജൻഡ്. ഫിലിം ഫീൽഡ് എടുക്കുകയാണെങ്കിൽ എത്ര പടങ്ങൾ പറയാനില്ല. പെരുന്തച്ചൻ, വൈശാലി, വടക്കൻ വീരഗാഥ, ലാസ്റ്റ് ഇറങ്ങിയ കേരളവർമ്മ, പരസ്യരാജ, ഒരുപാട് പടങ്ങൾ. കൂട്ടത്തിൽ തനിയെ പഴയ പടങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാം എം ടി തന്നെ എടുക്കണം. ഇപ്പോൾ അടുത്ത് ലേറ്റസ്റ്റ് എടുക്കുന്ന വരെ ഒരുപാട് പടങ്ങൾ, ഏകദേശം ഒരു 14 പടങ്ങൾ ഞാൻ വായിച്ചു. അതിൻ്റെ പേര് പറയുന്ന ഒരു ദിവസം നമുക്ക് വീഡിയോ ചെയ്യണം. അപ്പോൾ ആ ലെജൻഡ് 91 വയസ്സായി. അവൾ ഗംഭീര പരിപാടി നടന്നു. 91 ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എല്ലാ സ്റ്റാർസും അവിടെ വന്നിരുന്നു. മമ്മൂക്കയുടെ നെഞ്ചത്ത് വീണിട്ട് ആള് ഭയങ്കര ഇമോഷണലി കരയുന്ന സീനൊക്കെ നമ്മൾ കണ്ടു. അന്നത്തെ ദിവസം തന്നെ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം അവിടെ സംഭവിച്ചു. അത് നമുക്ക് വിടാം, അല്ല ഏത് പരിപാടിയായാലും അതിലേക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറഞ്ഞുണ്ട്. കുറേ മറ്റേ സാധനങ്ങളില്ലേ, അതുണ്ട്. അപ്പോൾ അതങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. രമേശ് നാരായണൻ, പേര് മാറ്റി രതീഷ് നാരായണൻ. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. 15-ാം തീയതി ഡേറ്റ് അങ്ങോട്ട് CTVയിലാണ് വരുന്നത്. അപ്പോൾ 9 മൂവീസാണുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് ഉദ്ദേശിക്കുന്നത്. ട്രെയിലർ റിയാക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു 9 പടമാണ് വരുന്നത്. അഭയം തേടി എന്നൊരു പടം. സന്തോഷ് ശിവനാണ് പടം സംവിധാനം ചെയ്യുന്നത്. ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയണം. യോധ മുതൽ പറയേണ്ടി വരും. ആള് ആ എല്ലാ മേഖലയിലും ഒരുപാട് ക്യാമറ മേഖലയിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത് മലയാള സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു നടൻ അനന്തഭദ്രം. അപ്പോൾ ആള് ചെയ്യുന്നൊരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു ഹൊറർ തന്നെയാണെന്ന് തോന്നുന്നു സബ്ജക്റ്റ്. ഇനി ഇതൊക്കെയാണ് അതിലെ ഭാഗത്തിൽ വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അതിൽ കാണാൻ പറ്റിയില്ല എനിക്ക്. എന്തായാലും സന്തോഷ് ശിവന്റെ കയ്യപ്പുള്ളൊരു പടം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആ 30 മിനിറ്റ് നമുക്ക് ക്യാമറ സൗണ്ട് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഹൊറർ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. കട്ട സാധനം തന്നെ എനിക്കൊരു 30 മിനിറ്റ് നേരം. 30 മിനിറ്റ് 9 പടം, 3 മണിക്കൂർ. ഓക്കെ, 40-15 മിനിറ്റ് ഉണ്ടായിരിക്കുള്ളൂ എല്ലാ പടങ്ങളും. അപ്പോൾ അടുത്തത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം പ്രിയദർശൻ, ഹിറ്റ് മേക്കർ, മലയാളത്തിൻ്റെ അഹങ്കാരം. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആൾ മോശം സമയമാണ്. അപ്പോൾ ആളൊരു പടം ചെയ്യുമ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്യുള്ളൂ. കാരണം MTയുടെ ഒരു തിരക്കഥയാണ്, കഥയാണ് പടത്തിലേക്ക് കൊണ്ടുവരുന്നത്. ശിലാലിഖിതങ്ങൾ, അതിൽ ബിജു മേനോൻ, ശാന്തികൃഷ്ണയാണ് ചെയ്യുന്നത്. ഒരു നാട്ടുമ്പുറം കാര്യങ്ങൾ, ഒരു വീടാണ് സീനൊക്കെയാണ് നമുക്ക് തോന്നിയത്. അതിൽ കുറച്ച് ഇമോഷണലി ടച്ച് ആവുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു സബ്ജക്റ്റ് ആവും തോന്നുന്നു. പ്രിയദർശൻ അത് നല്ല രീതിയിൽ ചെയ്യും. അതിനുള്ള സ്പേസ് ഉള്ള ആളുകളാണ് രണ്ടും. ഗൃഹാതുരത്തൊക്കെ കണ്ടു നമുക്ക് ആ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സീനൊക്കെ. ശരി, വെയിറ്റ്. അടുത്ത് ജയരാജ് അപ്പയ്ക്ക് ഓർമ്മ വരുന്ന രതീഷ് നാരായണൻ, അല്ല രമേശ് നാരായണൻ, രതീഷ് നാരായണൻ. സ്വർഗം തുറക്കുന്ന സമയം, ഇന്ദ്രൻസ് എടുപടി വേണം. പക്ക നാട്ടുംപുറം അവരെ വേഷം, ബിരിയാണിയൊക്കെ ഉള്ള വേഷം, എടുപടി വേണം. നമുക്ക് ഒന്നുകൂടി കാണാൻ പറ്റുകയാണ് സ്ക്രീനിൽ. പിന്നെ ഇന്ദ്രൻസേട്ട അവരും തമ്മിൽ സത്യം പറഞ്ഞ പെർഫോമൻസുകളുടെ ഒരു 30 മിനിറ്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആദ്യം മറന്ന് നമുക്കിങ്ങനെ പെർഫോമൻസ് കണ്ടിരിക്കാൻ പറ്റും. സ്പേസ് എന്തായാലും ഉണ്ടായിരിക്കും. രണ്ടാളും കെട്ടൊക്കെ നിൽക്കണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആഗസ്റ്റ് 15 ആ സമയം എപ്പോഴാണോ. അവർ രതീഷ് അമ്പാട്ട്, കടൽക്കാറ്റ്. രതീഷ് അമ്പാട്ടിന് ചെറിയ കുറച്ച് കയ്യപ്പറ്റും കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 2 പടങ്ങളിലൊക്കെ വെറുതെ ശനിവേ. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ച് നല്ല സമയം, പൊട്ട സമയമൊക്കെ ഉണ്ടാവും. ആളെ കഴിവിനെ കുറിച്ച് നമുക്കറിയാം. പ്രിയദർശൻ്റെ കഴിവ് നമുക്കറിയാം. ഇത്രയും പടങ്ങൾ ഹിറ്റാക്കിയാൽ 2 പടം പൊട്ടിക്കൊണ്ട് ഒന്നും അല്ലാണ്ട് പോകുന്നില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്കറിയാം ഇത്രയും പടങ്ങൾ അഭിനയിച്ച ആൾ ഇന്ത്യൻ 2-ല് വന്ന് കുറച്ച് മോശം പെർഫോമൻസ് പറഞ്ഞ ആളുടെ സ്പേസ് ഒക്കെ ഇട്ട് പോയിട്ടുണ്ട്. ശങ്കറിനറിയാം. അപ്പോൾ നിങ്ങളുടെ സ്പേസ് നമുക്കറിയാം. എന്താ നിങ്ങൾ തകർക്കും ഈ പടത്തിൽ എന്നറിയാം. കാരണം തിരക്കഥ MTയുടെയും കൂടി ആണല്ലോ. നിങ്ങളുടെ സാധനം മുത്തകട് ഇട്ട് കൊടുത്താൽ 30 മിനിറ്റ് കിടണ്ടോ, 2 മണിക്കൂർ 2 മണിക്കൂർ കിട്ടണ്ടല്ലോ. അപ്പോൾ ഇന്ദ്രജിത്ത്, അഗസ്റ്റിൻ, ബാലമുരളിയാണ് ഇതിൽ അഭിനയിക്കുന്നത്. ഓക്കെ, അടുത്തത് ശ്യാമപ്രസാദ്. ശ്യാമപ്രസാദിന്റെ പടം കണ്ടിട്ട് കുറേ കാലമായില്ലേ. ലാസ്റ്റ് കണ്ട പടം ഏതോ ഓർമ്മയില്ല. കാഴ്ച എന്നാണ് മൂവി. പാർവതി തിരുവത്തുന്നായിരുന്നു. പാർവതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊഴുക്കൊരു പെർഫോമൻസ്. ആൾക്ക് ഏത് പടമായാലും ആൾക്കൊരു സ്പേസ് കിട്ടിയാൽ തകർത്ത് ചെയ്യുന്നൊരു നടിയാണ് മലയാള സിനിമയിൽ. ഇപ്പോൾ അങ്ങനത്തെ റോളുകൾ, ആ രീതിയിൽ റോള് കൈകാര്യം ചെയ്യാനുള്ള നടി
ഇല്ല, ഉണ്ട്. പക്ഷെ ഈ ഒരു മൈൻഡ് സെറ്റിലും ഈ ഒരു മാനേഴ്സൊക്കെ പിടിച്ച് ചെയ്യാനുള്ള വേണ്ടി ആളെന്ന് തന്നെയുള്ളൂ. ആൾ അത്രയും ഡെഡിക്കേറ്റഡാണ്. പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കുന്ന ഒരാളും കൂടിയാണ്. കാഴ്ച ശ്യാമപ്രസാദാണ്. ഇറുക്ക് സംഭവം ഇറുക്കുന്നാരെ അറിയാം. കാരണം ഇങ്ങനെ വേണമെങ്കിൽ അഭിനയിപ്പിക്കാം, ഏത് റോളിൽ വേണമെങ്കിൽ കൊണ്ടുവിടാം, ആ രീതിയിലുള്ള സാധനമാണ്. അപ്പോൾ രണ്ടുപേരും സെറ്റായിരിക്കും. അശ്വതി നായർ വിൽപ്പന. ഞാൻ അശ്വതി നായർ എന്നുള്ള ആളെ പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കട്ടെ ആൾ മുമ്പ് ചെയ്ത പടങ്ങൾ ഏതൊക്കെയാണ്. കാരണം കണ്ട പടങ്ങളാണ് എനിക്കതിനെ കുറിച്ച് പടത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പറയേണ്ടി വരും. ഞാൻ എന്തായാലും ഗൂഗിളിൽ നോക്കിയിട്ട് ആൾ ചെയ്ത പടങ്ങളൊക്കെ നോക്കട്ടെ. അസീഫ് അലി മധുബാലയാണ്. മധുബാല കിഡു ലുക്കാണ്. അസീഫ് അലി മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് അസീഫ് അലി അവിടെ താരാണ്, മുത്താണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് നിങ്ങൾ, മുത്താണ്. നിങ്ങൾ മലയാള സിനിമ നിങ്ങളെ കണ്ടുപിടിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. ചിരിയ പുഞ്ചിരിയാണ് നിങ്ങളുടെ മാസ്റ്റർ പീസാണ്. നമ്മൾ ഫുൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ. മഹേഷ് നാരായൺ ഷെർലോക്ക്. ഫഹദ് നദിയാമീദ്. ഇത് ഫുൾ വിദേശത്താണ് പടം. ട്രെയിലർ കണ്ട സമയത്ത് വിദേശത്താണ്. ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഒരു പൂച്ചേരെ എടുത്ത് ഷിറ്റ് മറന്നുപോയി. അതിന് ഫഹദ് ഫഹദിനെ പറയണ്ടല്ലോ. ആ സ്പേസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് അടിപൊളി ക്യാരക്ടർ ആയിരിക്കും, അതിന് സംശയം വേണ്ട. നദിയാമീദ് കൂടി ചേരുമ്പോൾ സംഭവം ഇറുക്ക്. ഓളവും തീരവും. പ്രിയദർശൻ 2 പടം ചെയ്യുന്നുണ്ട് കേട്ടോ. ശിലാലഹിതങ്ങളും ചെയ്യുന്നുണ്ട്, ഓളവും തീരവും ചെയ്യുന്നുണ്ട്. ഇപ്പം 2 മൂവി ചെയ്യുന്നുണ്ട്. മോഹൻലാല്, ദുർഗാകൃഷ്ണ, മാമുക്കോയ. മലബാർ സ്ലാങ് ഒക്കെയാണ്. അതിനെക്കുറിച്ച് കുറേ ഏട്ടന്മാരും രേഷമക്കളൊക്കെ വന്ന് പറഞ്ഞ് ലാലേട്ടന് മലബാറിലെ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ പല പടങ്ങളും കാണാനുണ്ട്. ലാലേട്ടൻ്റെ മലബാർ ഭാഷ ചെയ്ത ഒരു 3 ക്യാരക്ടർ ചെയ്തൊരു പടമുണ്ട്. അതൊരു പടത്തിന് പോകുന്നില്ല ഞാൻ. പടമൊക്കെ ഒന്ന് കണ്ടു വെക്ക്. ഇതിൽ കണ്ട രീതിയിൽ ഈ ട്രെയിലറിലായാലും കൂടത്തിലെ സ്ക്രീൻ പ്രസൻസിൽ ആരാട്ടണോ എന്നുള്ളത് ആൾ കാണിക്കുന്നത് ബാപ്പുട്ടിയാണ്. പിന്നെ ഒരു ഫൈറ്റ് സീൻ, മറ്റേ പുഴയിലേക്ക് ചാടുന്ന സീൻ, ഇങ്ങനെ ഇരിക്കുന്നൊരു സീൻ, ദുർഗാകൃഷ്ണയായിട്ടുള്ള കോമ്പിനേഷൻ സീൻ, മാമുക്കിയായിട്ടുള്ള സീൻ. മാമുക്കിയാണ് കണ്ടോട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി മാമുക്കയുടെ ലുക്ക്. മാമുക്കനൊക്കെ ഞാൻ മാമുക്കയുടെ ഫേസ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുമ്പോൾ മാമുക്കയുടെ ആ ഫേസ്, അത് ഉപ്പിയൊക്കെ വെച്ചിട്ട് കുറച്ച് താടിയൊക്കെ വെച്ചിട്ടുള്ള സീൻ, ഇങ്ങനെ ഒരുപാട് പടങ്ങൾ നമുക്ക് അങ്ങനത്തെ ലുക്കിൽ വന്നിട്ടുണ്ട്. ലെജൻഡായിരുന്നു ശരിക്കും. അത്രയും നല്ല ക്യാരക്ടറായിരുന്നു. ഭയങ്കര ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരുപാട് കാലിക്കട്ട് എന്ന സ്ഥലത്ത് മാമുക്ക എന്ന് പറഞ്ഞൊരു വികാരമാണ് വീണ്ടും നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുകയാണ്. മോഹൻലാൽ, ദുർഗാകൃഷ്ണയുടെ നല്ല ക്യാരക്ടറാണ്. തട്ടൊക്കെ ഇട്ടിട്ട് അവരുടെ കോസ്റ്റ്യൂമൊക്കെ ആയിട്ട്. നമ്മുടെ സ്വന്തം മമ്മൂക്ക. കടുവണ്ണ സ്ഥലം ശ്രീലങ്കയിലൊരു സ്ഥലമാണ്. അവിടെ ആ സ്ഥലത്തിന് സംഭവമാണ്. സ്ഥലമാണത്. അവിടെ ഒരു സ്റ്റേഷനൊക്കെ, റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടെന്ന് അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് ആ സ്ഥലം. അപ്പോൾ നമുക്ക് ആ ഒരു യാത്രയും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്, കാറിലിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ, അവിടുത്തെ സ്ട്രഗ്ലിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. അവിടെ ഒറ്റയ്ക്കുള്ളൂ എന്ന് തോന്നി ഈ പടത്തിൽ. രഞ്ജിത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രഞ്ജിത്ത് മമ്മൂക്കയും കൂടി ചെയ്യുന്ന സമയത്ത് രഞ്ജിത്ത് മമ്മൂക്കനെ വെച്ച് ഒരുപാട് റോള് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങൾ പാലേരി മണിക്ക് ഒരു പരാതിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെ എടുക്കുന്നില്ല പ്രാഞ്ചിയായിട്ടാണ്. അപ്പോൾ ഇതിലൊരു സംഭവം എടുക്കുക. ആൾ ഫുൾ സീരിയസ് ആണ്. അപ്പോൾ 15-ാം തീയതിയാണ്, ഓഗസ്റ്റ് 15-നാണ് ഇത് വരുന്നത് പടം. ഇത് MTയുടെ തൂയികകളിൽ ഭദ്രമായിരുന്നു. പിന്നെ നമ്മുടെ ഈ 9 ഡയറക്ടേഴ്സിൻ്റെ ക്യാമറയോടത് 100% ഭദ്രമാവും നമുക്ക് ഉറപ്പാണ്. നമ്മൾ കാത്തിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ദിവസങ്ങൾ എണ്ണീട്ട് ഒരു മാസം എക്സൈറ്റഡാണ് ഈ പടങ്ങളൊക്കെ കാണുന്ന സമയത്ത്. ശരിക്കും അതൊക്കെ ഒരു മൂവിയാക്കാനുള്ള, ശരിക്കും 2.5 മണിക്കൂർ മൂവിയാക്കാനുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ. പക്ഷെ ഇതിങ്ങനെ ആന്തോളജി മൂവിയായിട്ട് കൊണ്ടുപോകുന്നത് എന്താണെന്നറിയില്ല. എനിവേ, MT ഇനിയും ഒരുപാട് കാലങ്ങളിൽ ജീവിച്ചിരിക്കട്ടെ. ഒരുപാട് ഇങ്ങനത്തെ ആന്തോളജി മൂവി ആളുടെ കരങ്ങളിലും വലിയ മൂവീസും ബിഗ് ബഡ്ജറ്റ് മൂവീസൊക്കെ പറക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇന്ത്യ ഗൈസ്ന്നായിരുന്നു. അങ്ങനെ ആവട്ടെ, നമുക്ക് നേരാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മൾ കട്ട വെയിറ്റിംഗ് മനോരഥങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.